ഇരിക്കല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ചുരം കയറാനും ഇറങ്ങാനൊക്കെ താമരശ്ശേരി ചുരത്ത് ആ ഒരു നാടുകാണി ചുരത്തിൽ കൂടെ കുറ്റിയാണി ചുരത്തിൽ കൂടെ പോയാൽ അതിൻ്റെ ഒരു സുഖം കിട്ടും. അതല്ല എല്ലാവരും ഈ ചുരം കയറുന്നത് പ്രത്യേക ഒരു വൈബാണ്. താമരശ്ശേരി ചുരം കയറി ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് ബ്ലോക്കായാലൊന്നും പ്രശ്നമില്ല, ബ്ലോക്കിനെ കുടിക്കാനും ഒരിക്കലായിരുന്നു തന്നെ. പിന്നെ നമ്മൾ പോലത്തെ ആൾക്കാരിങ്ങനെ ലോഡൊക്കെ ആയിട്ട് പോയി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ടൈമിന് അവിടെ ദിവസങ്ങളൊക്കെ പോയി പോലെ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ചേരിക്കുള്ള ലോഡാണെങ്കിലും അരീക്കോടുക്കുള്ള ലോഡാണെങ്കിലും നാടുകാണിക്ക് കൂടെ പോകാൻ നിൽക്കില്ല. നമുക്ക് ഇതിൽ തന്നെ ഇറങ്ങണം. നല്ലൊരു ഇതിൻ്റെ ഒരു ഇത്രയില്ല. അതാണ് ചോരൊക്കെ ഇറങ്ങി അടിവാരയിൽ നമുക്ക് പോകുമ്പോൾ അതിൻ്റെതായ യാത്രൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. നമ്മൾ തമിഴ്നാട് റൂട്ടിൽ ഓടുക എന്നല്ലാണ്ട് പിന്നെ അതിൻ്റെ വലിയൊരു ഇതൊന്നുമില്ല, വൈബൊന്നുമില്ല. പക്ഷേ അങ്ങനെ പണിയെടുക്കാം. കാരണം ഈ കാട് അടുക്കുന്ന വിഷയവും പിന്നെ ചുരത്തിലെ ബ്ലോക്കും. അതുകൊണ്ട് പിന്നെ ത്രില്ല് കിട്ടണമെങ്കിൽ ഈ റോഡിൽ തന്നെ പോകണം. അങ്ങനെ കാട്ടിൽ കൂടെ ചുരം കയറി വയനാട് കൂടെ കയറി പോകുമ്പോൾ ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ ഒരു ത്രില്ല് കിട്ടും. ഇപ്പം ഇവിടെ എത്ര ബ്ലോക്കും ഞാനിപ്പോൾ വീതി 6, 7, 8 വളവുകളൊക്കെ വീതി കൂട്ടിയാൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു മാറ്റം വരാൻ മതി, തിരക്ക് കുറയുകയൊക്കെ ചെയ്യാൻ മതി. കാരണം വളവിലാണല്ലോ ബ്ലോക്ക് വരുന്നത്. ഈ കാര്യമായിട്ട് വലിയ വണ്ടി ഇറങ്ങി വരുമ്പോൾ ചില വണ്ടികൾ ഇങ്ങോട്ട് വളവെന്ന് ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ അവന് നല്ല വേക്ക് വെച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേനും അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ വേറെ വണ്ടിക്കാർ പിന്നെ കുത്തിക്കയറ്റുമ്പോൾ എന്താ അവിടെ മൊത്തം ബ്ലോക്കാകുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാവും. അതിൽ നേരെ വരുന്നവനും പിന്നെ അതേപോലെ എത്രയോ വണ്ടി വരിയിൽ നിൽക്കുമ്പോൾ വരിയിൽ കാത്തു കഴിക്കും. വേറെ വണ്ടികൾ ഇങ്ങോട്ട് കയറുന്നൊക്കെ ഉണ്ട്. ആ വരി കാത്തു നിൽക്കുന്ന സമയത്ത് പുറത്തു കൂടെ ഉള്ള റൂട്ട് കാലിയാണ്. ചിലപ്പോൾ ആ വരിയിൽ നിൽക്കുന്ന ബേക്കിലുള്ളവൻ എന്താ പറയും, ഓനെ തണ്ടയുടെ പോലെ കുത്തിക്കയറ്റി വരുന്നതിൽ അതിൽ ബ്ലോക്ക് കൊടുക്കും. ആ ബ്ലോക്കാണ് ഒക്കെ പ്രശ്നം വരുന്നത്. ഇത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ ചവിട്ടി കൊടുത്താലും പ്രശ്നമില്ല. നമ്മൾ കുറച്ച് ടൈം പോവുകയാണല്ലോ. ഇങ്ങനെ ചവിട്ടി കൊടുത്താലുണ്ടല്ലോ എല്ലാവർക്കും ഉപകാരം. പിന്നെ ചവിട്ടി കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാശി അടിച്ച് തിരക്കൊക്കെ ആക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാവും. ഇങ്ങനെ നമ്മൾ ഒടിയുന്ന സമയത്ത് പിന്നെ നമ്മൾ റെഡി കണ്ടോ ഇങ്ങനെ വന്ന് കയറും. എന്നിട്ട് ഓന് കൺഫ്യൂഷൻ ആവും അതിലാണ് പോണ്ടിയെന്നുള്ളത്. ഓനൊരു ഐഡിയ ഉണ്ടാവില്ല, ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് നമ്മളെ കാണുന്നില്ല. ആ ഇതിൽ ഇങ്ങോട്ട് വരുന്നതിൽ ഓന് കൺഫ്യൂഷൻ അതിലാണ് കയറേണ്ടി. നമ്മളപ്പുറത്തെ സൈഡിൽ കൂടെ കയറണം, അപ്പുറത്ത് കൂടെ കയറണം. പിന്നെ നമ്മൾ സിഗ്നൽ ഇട്ട് കൊടുത്താൽ അവന് കയറിപ്പോളും. അപ്പോൾ കുറേ വണ്ടി വരുന്നേരം എന്തായി മൊത്തം ബ്ലോക്കാവും. ചില ഒരു ഐഡിയ ഉള്ളവനൊക്കെ എന്താക്കും അറിയോ, അവിടെ ചവിട്ടി കൊടുക്കും. ഈ ഇറങ്ങി വരുന്ന വണ്ടിയാണെങ്കിലും കയറി വരുന്ന വണ്ടിയാണെങ്കിലും ഓൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിർത്തുക. ആ നിർത്തുന്ന സമയത്ത് എന്താവും, മൊത്തം ബ്ലോക്കാവും. എന്നിട്ട് പറയും ആ വലിയ വണ്ടിക്കാരല്ലേ ഓനെ കൊണ്ടാണ് മൊത്തം ബ്ലോക്ക് ആയതെന്ന്. സംഭവം ഓനെ കുറ്റം പറയാം. ഓനെ കഴിച്ചിലാണുള്ള ഒരു ക്യാപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട്